എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ എങ്ങനെ നമുക്ക് പുട്ടിയിട്ട് പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ നാട്ടിലൊക്കെ പുട്ടി വർക്കിന് പോകുന്ന ചേട്ടന്മാർ പല രീതിയിലായിരിക്കും പുട്ടി ഇടുന്നത്. പക്ഷെ ഞാനിന്ന് രണ്ട് രീതിയിലുള്ള പുട്ടിയിടലാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മളിന്ന് പുട്ടിയിട്ട് കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ചെറിയൊരു സൈഡിൽ തന്നെ ആയിട്ട് പുട്ടിയിട്ട് കാണിക്കുക. അപ്പം ഞാൻ ഇത് കളറിനകത്ത്, അതായത് പ്രൈമറിനകത്ത് സ്റ്റെയിനർ ചേർത്തിട്ടാണ് ഈ അടിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പെട്ടെന്നൊന്നും മനസ്സിലാകട്ടെ എന്ന് കരുതിയാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. വീഡിയോ നിങ്ങൾ മൊത്തമായും കാണുക. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ബെർജറിൻ്റെ പുട്ടിയാകട്ടോ. അപ്പോൾ ഞാനിത് പലപ്പോഴും ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു ചാക്ക് വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ അത് കുറച്ച് നാളായി നമ്മളിപ്പോൾ എടുത്തിട്ട്, അതുകൊണ്ട് തന്നെ ഇത് മൊത്തം കട്ടയായിട്ടിരിക്കുക. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ടയൊന്നും ഇല്ലാത്ത പുട്ടി വേണം എടുക്കാൻ. എന്നാലേ നമുക്ക് പുട്ടിയിട്ടാൽ അത് ക്ലിയറായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് പുട്ടി വലിക്കുമ്പോൾ കിട്ടത്തില്ല. കാരണം വര വീഴാനെ കൊണ്ട് ചാൻസാണ്. അപ്പം നല്ല പുട്ടി മാത്രം എടുത്ത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഈ പുട്ടി നമ്മൾ എടുക്കാത്ത പുട്ടിയാണ്, അതിൻ്റെ അത് തരിയാണ്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ തരി മൊത്തം കളയണം. പുട്ടിക്കകത്ത് എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ അത് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടേ പുട്ടി എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇടാൻ പോകുന്ന ഭിത്തിയാണ് നല്ലതുപോലെ ചിരണ്ടി വൃത്തിയാക്കിയ ശേഷം മാത്രമേ പുട്ടി ഇടാൻ ശ്രമിക്കാവുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് പുട്ടി ഇടാൻ നേരത്ത് അത് ബ്ലേഡ് വര നമുക്ക് വീഴാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ കളറിൻ്റെ പുറത്ത് പുട്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയായിരുന്നു, പക്ഷേ ആ വീഡിയോ നമ്മൾ എങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പം ബാക്കി തൊട്ട് തൽക്കാലം കാണിക്കാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് ഇത് കണ്ടില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ പുട്ടി ഇടുന്ന നേരത്ത് ചരിച്ച് മാത്രമേ പുട്ടിയിട്ട് പഠിക്കാവുള്ളൂ തുടക്കക്കാരും. അപ്പം പുട്ടി ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ബ്ലേഡ് എടുത്തിട്ടുണ്ടല്ലേ, ബ്ലേഡിനകത്തോട്ട് നമ്മൾ പുട്ടി ഇട്ടിട്ട് ചരിച്ചിടുവാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ബ്ലേഡ് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ബ്ലേഡിൻ്റെ പുറം സൈഡിൽ 2 വിരൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുക. ബാക്കി 3 വിരൽ ഈ ബ്ലേഡിൻ്റെ പിടിയിൽ നമ്മൾ പിടിക്കുക. ഇങ്ങനെ വേണം നമ്മൾ പുട്ടിയിടാനെ കൊണ്ട്. ഇത് കണ്ടില്ലേ, ഞാൻ ഈ കാണിച്ചതുപോലെ ചെയ്താൽ മതി. ഇതിനകത്ത് ഞാൻ പുട്ടി ഫുൾ ഇടാഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ 2 സൈഡ്, ഈ ബ്ലേഡ് പഴയ ബ്ലേഡ് ആയതുകൊണ്ട് ഇതിൻ്റെ 2 സൈഡും പോയതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇടുമ്പം ഫുൾ പുട്ടിയിട്ട് വലിക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു കോട്ടി ഞാൻ ആദ്യമേ വലിച്ചിട്ട് നേരെ വലിച്ചിട്ട് കഴിയുമ്പോഴത്തേന് ഇനി അടുത്തത് ഞാൻ ഇടാൻ പോകുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ താഴെ വലിച്ചിട്ടതിൻ്റെ നേരെ മുകളിലത്തെ സൈഡിൽ വേണം നമ്മൾ അടുത്ത പുട്ടിയിട്ട്. അല്ലാതെ സെൻറ്ററിൽ ആരും വലിക്കാൻ നിൽക്കരുത്. നേരെ മുകളിൽ പുട്ടിയിട്ടിട്ട് പതുക്കെ വലിക്കുക. അല്ലാതെ നമ്മൾ ഇട്ടേൻ്റെ പകുതി കയറ്റി ഇടല്, ഇട്ടേൻ്റെ മണ്ടയ്ക്ക് ആ ലൈനോട് ചേർത്ത് നമ്മൾ പുട്ടിയിടുക. അപ്പോൾ ഈ ഇങ്ങനെ പുട്ടിയിട്ട് കഴിയുമ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം വരും, നടുക്ക് സൈഡ് നല്ല ഒരു ലൈൻ കൂട്ടി ഇങ്ങനെ കാണും. അവിടെ നമ്മൾ ഒരുമാതിരിപ്പെട്ടവർ ചെയ്യുന്നത് പുട്ടി കയറ്റിയിട്ട് വലിക്കുക. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ബ്ലേഡിനകത്തുനിന്ന് ഫുൾ പുട്ടി മാറ്റിയിട്ട് ബ്ലേഡ് വെറും കാലിയാക്കിയിട്ട് വലിക്കുക. വലിച്ചു കഴിഞ്ഞാൽ ഒരു ശകലം പോലും ലൈൻ അവിടെ കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുട്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ബ്ലേഡ് പാടില്ലാതെ തന്നെ നമുക്ക് പുട്ടിയിടാനെ കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പം നമ്മൾ ഇതുപോലെ കുഴി, നമുക്കൊരു സംശയം തോന്നിയിട്ട് നമ്മൾ ഇതുവരെ ബ്ലേഡ് വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ കുഴി ഉണ്ടോ. നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ അത് ചരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് താപ്പോട്ട് ഇടുന്ന സമയത്ത് കറക്റ്റ് ക്ലിയറായിട്ട് നമുക്ക് ലെവൽ കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ രണ്ടാമത് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് മേളിൽ നിന്ന് താഴോട്ടിടുന്നത്. ഒരു 80% ആൾക്കാർ ഇങ്ങനെയാണ് പുട്ടിയിടുന്നത്. കാരണം ഇത് നമുക്ക് സൗകര്യമാണ്. നമുക്ക് പെട്ടെന്ന് പുട്ടി വലിച്ച് എത്ര മിത്തി ഉണ്ടെങ്കിലും നമുക്ക് വലിച്ചിട്ട് പോകാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഇത് നല്ലതല്ല. കാരണം നമ്മൾ തന്നെ അറിയാം, നമ്മൾ ഫസ്റ്റ് ഇടുന്നതും മേളിയും താഴോട്ട്, സെക്കൻഡ് ഇടുന്നതും മേളിയും താഴോട്ട്. ഇങ്ങനെ ഇട്ടിട്ട് എന്താ ഫലം, നമ്മൾ സൈഡിൽ നിന്ന് വലിച്ചിട്ട് നേരെ മേളിയും താഴോട്ടിട്ടെങ്കിൽ മാത്രമേ 2 സൈഡിലോട്ട് പോകും. അപ്പം എന്തെങ്കിലും കുഴിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അന്നേരം അത് മാറിക്കിട്ടും. അതാണ് ഇങ്ങനെ പുട്ടിയിടരുതെന്ന് ഞാൻ പറയുന്നത്. അപ്പം പിന്നെ ഒരു കാര്യം, ഈ ബ്ലേഡ് ഞാൻ കണ്ടില്ല, ഞാനിപ്പോൾ ഈ പുട്ടി ഇട്ടപ്പോൾ ലൈൻ കാണിച്ചതിൻ്റെ ഒരു മെയിൻ കാര്യം ഇതാ, ഈ പുട്ടി ബ്ലേഡിൻ്റെ 2 സൈഡും പോയതാണ്. കാരണം അപ്പോൾ നമ്മൾ പുട്ടിയിടാൻ നേരത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഒന്നത്, നമ്മൾ ഭിത്തി കറക്റ്റായിട്ട് നമ്മൾ എല്ലാം ചിരണ്ടി വൃത്തിയാക്കുക. രണ്ടാമത് നമ്മൾ എടുക്കുന്ന ആയുധം, അതായത് നമ്മൾ നമ്മുടെ ആയുധം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുട്ടി ബ്ലേഡാണ്. അപ്പോൾ ആ ബ്ലേഡ് എടുത്തിട്ട് കറക്റ്റ് ലെവലാണോ നോക്കണം. ബ്ലേഡിൻ്റെ ചില സൈഡൊക്കെ ചിലപ്പം വളഞ്ഞിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊന്നുള്ള പുട്ടി ബ്ലേഡ് എടുക്കരുത്. ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെയാണ് നമ്മൾ എങ്ങനെ പുട്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലേഡ് പിടിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഇങ്ങനെ നമ്മൾ പുട്ടിയിടുന്ന സമയത്ത്, മേലെയും താഴോട്ട് പുട്ടിയിടുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ബ്ലേഡിൻ്റെ പാട് നമുക്ക് ഇല്ലാതാക്കാം. അതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ വലിയ പ്രത്യേകത. പക്ഷേ ഇതിന് ഞാൻ ഇപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കുഴി കണ്ടില്ലേ, ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ മൊത്തം ഞാനിപ്പം മേളിയും താഴ്ത്തിട്ടത് ഇത് കണ്ടില്ലേ, നല്ല കുഴിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇനി ഒന്നുകൂടെ വലിച്ചിട്ടെന്ന് പറഞ്ഞാൽ ആ കുഴി ഒരിക്കലും നികരത്തില്ല. മറിച്ച് ആ സ്ഥാനത്ത് നമ്മളൊന്ന് തിരിച്ച് നമ്മൾ ഇട്ട് കാണിക്കുക. ഇപ്പം ഞാനൊരു ശകലം പുട്ടിയെടുത്തിട്ട് ആ കുഴി ഉള്ളിടത്തോട്ട് ഞാൻ നിങ്ങളെ ഒന്ന് വലിച്ചിട്ട് കാണിക്കാം. ഇപ്പം വലിച്ചിട്ടിട്ട് ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ നിങ്ങളെ ബ്ലേഡ് പിടിച്ച് കാണിക്കുമ്പം നിങ്ങൾ നോക്കുക. അപ്പോൾ ആ കുഴി മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ ആ കുഴി കാണിച്ച സ്ഥലം ഇതാണ്ടാണ് ഞാൻ ഇപ്പോഴും കാണിക്കുന്നത്. പക്ഷേ ഇപ്പം കണ്ടില്ലേ, ആ കുഴി മാറുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ കാണിക്കാതെ നിങ്ങൾ ഫസ്റ്റ് ഇടുന്ന സമയത്ത് ചരിച്ച് തന്നെ ഫസ്റ്റ് ഇടുക. സെക്കൻഡ് മാത്രം നമ്മൾ മേളിൽ നിന്ന് താഴോട്ട്, അതെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മേളിൽ നിന്ന് താഴോട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ രണ്ടാമത് കാണിച്ച മേളിൽ നിന്ന് താഴോട്ട് ഇടുന്ന രീതി നിങ്ങൾ ഒരു കാരണവശാലും ആരും പഠിക്കരുത്. എപ്പോഴും ആദ്യം കാണിച്ച രീതി ചരിച്ചിടുന്നത് മാത്രമേ പഠിക്കാവുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ വീടാണെങ്കിൽ ഇതുപോലെ മേളിൽ താഴോട്ട് ഇട്ടതിൻ്റെ ഒരു ഭിത്തിയുടെ ഞാൻ കാണിച്ചിട്ട്, ഇത് പകൽ ഒരു കുഴപ്പമില്ല, അല്ല ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ രാത്രി നമ്മൾ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ കാണാം
മൊത്തം കുഴിയാണ്. ഇത് ഞാൻ ഫസ്റ്റ് സെക്കൻഡ് മേളിൽ നിന്ന് താഴോട്ട് തന്നെയാണ് ഇട്ടത്, അല്ലാതെ ഒരു കാരണവശാലും ഫസ്റ്റ് ചരിച്ചിട്ടിട്ട് മേളിൽ നിന്ന് ഇട്ടല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മറ്റ് വീഡിയോ കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ